കുഞ്ഞുങ്ങളെ പരിചരിക്കുക എന്ന് പറയുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കടമ്പ തന്നെയാണ്. ചെറിയ ഒരു പാളിച്ച മതി വലിയ ദുരന്തങ്ങൾക്ക് അത് വഴിവെക്കാൻ. 10 മാസം നൊന്തു പ്രസവിച്ച് ഓമനിച്ചു വളർത്തിയ കുഞ്ഞു പൈതൽ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവുക എന്ന് പറയുന്നത് ഒരിക്കലും സഹിക്കാനാവാത്ത ഒന്നു തന്നെയാണ്. അത്തരത്തിലൊരു സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് ഇന്ന് രാവിലെ തൃശൂരിൽ നിന്നും പുറത്തു വന്നത്. 2 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനാണ് ഇവിടെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. അതിദാരുണമായ ഒരു സംഭവമാണെങ്കിൽ കൂടിയും അതിന് കാരണമായത് വലിയ ഒരു അശ്രദ്ധയാണെന്നത് പറയാതിരിക്കാൻ വയ്യ. ഇന്ന് രാവിലെ ചേലൂർ പള്ളിയിൽ വെച്ചാണ് ദാരുണമായ സംഭവം നടന്നത്. ചേലൂർ സ്വദേശി ബിനോയുടെയും ജിനിയുടെയും മകളായ ഐറിനാണ് മരണപ്പെട്ടത്. ഇന്ന് രാവിലെ അമ്മയ്ക്കൊപ്പം പള്ളിയിലേക്ക് വന്നതായിരുന്നു 2 വയസ്സുകാരിയായ ഐറിൻ. ഓട്ടോയിലാണ് ഇവർ പള്ളിയിലേക്ക് എത്തിയിരുന്നത്. പള്ളിക്ക് മുൻവശം ഓട്ടോ നിർത്തിയ ശേഷം ജിനിയും കുഞ്ഞും പുറത്തേക്കിറങ്ങി. തുടർന്ന് ഓട്ടോയ്ക്ക് പണം കൊടുക്കുന്നതിനായി ജിനി പേഴ്സ് എടുക്കുകയായിരുന്നു. പണമെടുക്കുന്നതിനായി കുഞ്ഞിന്റെ കൈവിട്ട സമയത്ത് കുഞ്ഞ് പൊടുന്നനെ അവിടെ നിന്നും പള്ളിമുറ്റത്തേക്ക് ഓടിപ്പോവുകയായിരുന്നു. അതേസമയം തന്നെ പള്ളിയിലേക്ക് ഒരു കിടപ്പ് രോഗിയായ ആളെ കൊണ്ടുവരുന്നതിനായി ഒരു കാർ അവിടേക്ക് എത്തിയിരുന്നു. സാധാരണയായി പള്ളിമുറ്റത്തേക്ക് കാറുകൾ പ്രവേശിപ്പിക്കാറില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് ഒരു രോഗിയായതുകൊണ്ടാണ് അകത്തേക്ക് പ്രവേശിപ്പിച്ചതെന്നാണ് പറയുന്നത്. കുഞ്ഞ് പെട്ടെന്ന് ഓടി വന്നത് ഈ ഡ്രൈവർ ശ്രദ്ധിച്ചിരുന്നില്ല. തുടർന്ന് ഓടിയെത്തിയ കുഞ്ഞ് കാറിനടിയിൽപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ ആളുകൾ നിലവിളിച്ചതോടെ കാർ നിർത്തുകയും ചെയ്തു. എന്നാൽ കാറിനടിയിൽപ്പെട്ട ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞിനെ ഉടൻ തന്നെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണപ്പെട്ടിരുന്നു. എന്തായാലും ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു അപകടം അവർക്ക് താങ്ങാൻ കഴിയുന്ന ഒന്നായിരിക്കില്ല. പക്ഷേ ആ അമ്മയുടെ കയ്യിൽ നിന്നും പറ്റിയ ഒരു വലിയ അശ്രദ്ധ തന്നെയാണ് ഈ മരണം വരുത്തിവെച്ചത് എന്നും പറയാതിരിക്കാൻ വയ്യ. ഇത്രയും ചെറിയ കുട്ടികളെയൊക്കെ ഒന്നുകിൽ എടുത്തു നടക്കുക, അല്ല എങ്കിൽ കൈപിടിച്ചെങ്കിലും നടക്കാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള അശ്രദ്ധ നിറഞ്ഞ പല സംഭവങ്ങളും നമ്മുടെ പൊതു ഇടങ്ങളിൽ പലപ്പോഴായി നടക്കാറുണ്ട്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് പലരും ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാറുള്ളത്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ് ശ്രദ്ധ ചെലുത്തേണ്ടത്. ആ കുഞ്ഞിന്റെ ദാരുണമായ വിയോഗം താങ്ങാനുള്ള ശക്തി ആ കുടുംബത്തിന് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.